ഫിഖ് പാർട്ട് 73 ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി ഖിബ്ലയ്ക്ക് മുന്നിടൽ. നിസ്കാരത്തിന്റെ ഷർത്തുകളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. വുളു, കുളി, തയമ്മും, ഔറത്ത് മറക്കൽ, അതുപോലെ സമയം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് ഖിബ്ലയ്ക്ക് തിരിയുക എന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണിത്. വീടുകളിലും ഫ്ലാറ്റുകളിലുമൊക്കെ പലപ്പോഴും ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടോ എന്നത് ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. ഖിബ്ലയുടെ നേരെ ഡയറക്ഷൻ തന്നെ കണ്ടെത്തിയിട്ട് വേണം നിസ്കരിക്കാൻ. അതിനാവശ്യമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഇസ്തിഖ്ബാലു ഐനിൽ ഖിബ്ലത്തി യഖീനൻ ഫിൽ ഖുർബി വലന്നൻ ഫിൽ ബുഅദി ശർത്തുൻ മിൻ ശുറൂത്തി സ്വലാഹ്. കഅബയുടെ അടുത്താകുമ്പോൾ ഉറപ്പായിട്ടും, വിട്ടാകുമ്പോൾ ഭാവനയിലും, ഖിബ്ലയുടെ തടിയോട് മുന്നിടൽ, ഭാഗത്തേക്ക് തിരിഞ്ഞാൽ പോരാ, ഖിബ്ലയുടെ തടിയോട് മുന്നിടൽ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ്. അപ്പോ നമ്മുടെ മൂക്കത്തു നിന്ന് ഒരു രശ്മി പോയാൽ അത് ഖിബ്ലയുടെ ചുമരിൽ പതിയാവുന്ന വിധം ഖിബ്ലയ്ക്ക് മുന്നിടണം. അത് കഅബയുടെ അടുത്താണെങ്കിൽ ഉറപ്പായിട്ട് വേണം, ധാരണ പോരാ, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ പോരാ. വിട്ടാണെങ്കിൽ, നോക്കിയിട്ടും മറ്റും കണ്ടെത്താൻ പറ്റാത്ത വിധം വിട്ടാണെങ്കിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഖിബ്ലയ്ക്ക് നേരെയാണ്, എൻ്റെ മുന്നിൽ നിന്നൊരു കയറ് പിടിച്ചാൽ അത് കഅബയുടെ ചുമലിൽ തട്ടും എന്നൊരു ധാരണ വേണം. ആ ധാരണയില്ലാതെ നിസ്കരിച്ചാൽ സ്വഹീഹാവുന്നതല്ല. അപ്പോൾ ഖിബ്ലയ്ക്ക് കഅബയുടെ അടുത്താണെങ്കിൽ ഉറപ്പായിരിക്കണം, വിട്ടാണെങ്കിൽ അങ്ങനെ ധാരണ വേണം എന്നർത്ഥം. ഇത് നിസ്കാരത്തിന്റെ ഷർത്താണ്. ഇല്ലാ ഫി സ്വലാത്തി ശിദ്ദത്തിൽ ഖൗഫി വ നഫ്ലി സഫരി മുബാഹിൻ. എന്നാൽ രണ്ട് നിസ്കാരത്തിൽ ഖിബ്ലയ്ക്ക് മുന്നിടൽ ഷർത്തില്ല. ഒന്ന്, ശക്തിയായ പേടിയുള്ള സമയത്ത് നിസ്കരിക്കുന്നു. മറ്റൊന്ന്, അനുവദിക്കപ്പെട്ട യാത്രയിലെ സുന്നത്ത് നിസ്കാരം. ഈ രണ്ട് നിസ്കാരങ്ങളിൽ ഖിബ്ലയ്ക്ക് മുന്നിൽ ഷർത്തില്ല. അതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. വലാ യഅ്തമിദു ഫീഹാ ഇല്ലാ അലാ മഅരിഫതിഹി. ഖിബ്ലയുടെ വിഷയത്തിൽ സ്വന്തം പരിജ്ഞാനമാണ് അവലംബിക്കേണ്ടത്. വേറെ ആൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. തനിക്ക് സ്വന്തം ഞാൻ ഖിബ്ലയ്ക്ക് നേരെയാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ വേറെ ആൾ പറഞ്ഞാൽ കേട്ടാൽ പോരാ, തനിക്ക് അങ്ങനെ ബോധ്യപ്പെടുക തന്നെ വേണം. അപ്പോൾ മസ്ജിദുൽ ഹറാമിൽ പോയി നിസ്കരിക്കുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ അതിൽ ചുമരിന്റെ മറകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഞാനിപ്പോൾ ഖിബ്ലയ്ക്ക് തന്നെയാണ് തിരിഞ്ഞതെന്ന് 100% അവനവന് ഉറപ്പ് വേണം എന്നർത്ഥം. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ഫലാ ഇഖ്ബാലു സിക്കത്തിൻ അൻ ഇൽമിൻ, ഉറപ്പാണ് എന്ന് ബോധ്യമുള്ള വിശ്വസ്തനായ വ്യക്തി പറഞ്ഞാൽ അതും അംഗീകരിക്കാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണത്. ഇനി രണ്ടുമല്ലാത്ത സാഹചര്യങ്ങളിൽ ഫലാ ഇജ്തിഹാദിഹി, സ്വയം ഗവേഷണം നടത്തുക. വളരെ ദൂരെ ആവുമ്പോൾ, ഖിബ്ലയ്ക്ക് അടുത്തല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ ഞാനിപ്പോൾ ഖിബ്ല ഡയറക്ഷനിലാണ് എന്ന് കണ്ടെത്താവുന്ന വഴികൾ സ്വീകരിച്ചുകൊണ്ട് സ്വന്തം ഗവേഷണം ചെയ്തിട്ട് ബോധ്യപ്പെടുത്തണം. ഉറപ്പായില്ലെങ്കിലും ധാരണയെങ്കിലും വേണം. അതിന് സാധിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ ഫഅലാ തഖ്ലീദുൽ മുജ്തഹിദീൻ, അങ്ങനെ ഖിബ്ല ദിശ കണ്ടെത്താൻ പറ്റുന്നൊരു ഗവേഷകനാണെങ്കിൽ അവനെ തഖ്ലീദ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഒരുപാട് വഴികളുണ്ടല്ലോ കണ്ടുപിടിക്കാൻ. ആ വഴികൾ അറിയാവുന്ന ഒരാളെ സമീപിച്ചിട്ട് ഗവേഷണം ചെയ്ത് കണ്ടെത്താം. ഇതൊക്കെ യാത്രയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിദൂരമായി യാത്ര ചെയ്യുമ്പോഴൊക്കെ മരുഭൂമിയിൽപ്പെടുന്ന സമയത്ത് പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഗവേഷണമൊക്കെ അവിടെ വരും. നമ്മുടെ റൂമുകളിലും വീടുകളിലും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാവശ്യമാകുന്ന വഴികൾ സ്വീകരിക്കണം. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന തവക്ക എന്നൊരു സാധനമുണ്ട്. അത് പലപ്പോഴും തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഡിഗ്രികളൊക്കെ മാറിപ്പോകുന്ന തവക്കകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പരിപൂർണ്ണം അവലംബിക്കാൻ പാടില്ല. അതും ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അത് അവലംബിക്കാവുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ബോധ്യപ്പെടാവുന്ന വഴികൾ അറിയുന്ന ആൾക്കാരെ കൊണ്ട് നോക്കിച്ചിട്ട് ഖിബ്ല ദിശ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്, വീടുകളിലും ഫ്ലാറ്റുകളിലും ഒക്കെ. ഇനി വൽ ഇസ്തിഖ്ബാലു ബിസ്സദ്രി ഫിൽ ഖിയാമി വൽ ഖുഊദി, നിൽക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും നെഞ്ചുകൊണ്ടാണ് ഖിബ്ലയ്ക്ക് മുന്നിടേണ്ടത്. മുഖം തിരിച്ചാലും നിസ്കാരം ബാത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ
നെഞ്ചു തിരിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകും. അപ്പോൾ ചിലപ്പോൾ റഷുള്ള സമയം ഉണ്ടാവും നിസ്കരിക്കുമ്പോൾ. ആൾക്കാർ തിക്ക് കൂടിയിട്ട് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കും ആൾക്കാർ. അപ്പൊ സദസ് ഈ സഫില് ഇടം കിട്ടാൻ വേണ്ടി ഒരു ഭാഗത്ത് ചെരിഞ്ഞു നിന്നാൽ ആ നെഞ്ച് വേറെ ദിശയ്ക്കാണ് പോവുക. അപ്പൊ നിസ്കാരം സഹിയാവില്ല. പ്രത്യേകിച്ച് മദീനത്തെ പള്ളിയിലും അതുപോലെയുള്ള തിരക്കുള്ള സമയത്തൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരെ കാണാം. തിക്കും തിരക്കും കൂടി നിസ്കരിക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കും. അപ്പൊ ആ നിൽക്കുന്ന സമയത്ത് നെഞ്ചാണ് കിബിലക്ക് തിരിയേണ്ടത്. അത് തിരിയാതെ പോയാൽ നിസ്കാരം ബാത്തിലായി പോകും. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വബി ജുംലത്തിഹി ഫി റുക്കോഇ വസുജൂദി, റുക്കോയും സുജൂദും ചെയ്യുമ്പോൾ മൊത്തത്തിൽ അവന്റെ ബോഡി കിബിലക്ക് അഭിമുഖമായിരിക്കണം. വബി മുഖദ്ദമി ബദനിഹി ഫിൽ ഇൽത്തിജായി, ചെരിഞ്ഞു കിടക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ മുൻഭാഗം കിബിലക്ക് നേരെയായിരിക്കണം. മുൻഭാഗം എന്ന് പറയുമ്പോൾ അവന്റെ മുഖവും നെഞ്ചും അതിൽപ്പെടും. അബിൽ വജിഹി വൽ അഹ്മസൈനി ഫിൽ ഇസ്തിൽഖായി, അജർന്ന് കിടന്ന് നിസ്കരിക്കുകയാണെങ്കിൽ മുഖവും രണ്ട് ഉള്ളംകാലുകളും കിബിലക്ക് നേരെയായിരിക്കണം. അപ്പൊ കിബിലക്ക് മുന്നിടൽ ഷർത്താണ് നിസ്കാരത്തിന്റെ. അത് കിബില അടുത്താകുമ്പോൾ ഉറപ്പായിരിക്കണം കിബില ഡയറക്ഷനിലാണെന്ന്. വിട്ടാകുമ്പോൾ ധാരണ വേണം. ആയിരിക്കാമെന്ന് വെറും റൂഹന മാത്രം പോരാ എന്നർത്ഥം. അതോടൊപ്പം ഏതു ദിശയാണ് കിബിലയുള്ളത് എന്ന വിഷയത്തിൽ അവലംബിക്കേണ്ട മാർഗം എന്താണ് എന്ന് ഇവിടെ വിശദീകരിച്ചു. നിസ്കരിക്കുമ്പോൾ ഏതെല്ലാം അവയവങ്ങളെ കൊണ്ട് കിബിലക്ക് മുന്നിടണം എന്നും പറഞ്ഞു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാവുന്നതാണ്.